സ്നേഹം നിറഞ്ഞവരെ നമസ്കാരം. ഡേവിസ് മാത്യു ആണ് പാലായിൽ നിന്നും. എല്ലാവരും ഇലക്ഷൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ്. എല്ലാവരുടെയും മനസ്സിൽ പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു ചിന്ത ഉണർത്തുന്ന ക്രിസ്മസ്, 2020 ക്രിസ്മസ്. ഒരുപക്ഷെ ഇതിനു മുമ്പ് ഈ ലോകം കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഉള്ള ഒരു ക്രിസ്മസാണ് ഈ ഒരു വർഷം നാം ആഘോഷിക്കുവാൻ പോകുന്നത്. ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളിലേക്ക് വരുമ്പോഴേക്കും മനസ്സിൽ വരുന്ന ഒരു 4 വരി പാട്ട് പാടാതിരിക്കാനാവില്ല. വാനിൽ സംഗീതം, മന്നിതിൽ സന്തോഷം, സ്വർഗം തുറന്നു സുവിശേഷവുമായി, ഗ്ലോറിയ in excelsis Deo, Gloria, Gloria. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണ് ഈ ഒരു പാട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത്. സാഹചര്യങ്ങൾ പ്രതികൂലമാണ് എങ്കിലും ഈ ഒരു 2020 ക്രിസ്മസ് നമുക്ക് അനുകൂലമാക്കിയേ പറ്റുള്ളൂ. കാരണം നമ്മുടെ വരും തലമുറകളുടെ മനസ്സിലേക്ക് അനാവശ്യമായ ഉത്കണ്ഠകളും അനാവശ്യമായ സമ്മർദ്ദവും ഒന്നും ഉണ്ടാവാതിരിക്കാൻ മാതാപിതാക്കൾ എന്ന നിലയിൽ എല്ലാവരും ശ്രദ്ധിക്കുക. മക്കളെന്ന നിലയിൽ മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളുമൊക്കെ ഊട്ടിയുറപ്പിക്കുവാൻ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സാഹചര്യമാണ് ഈ ഒരു COVID-19 എന്ന സാഹചര്യം. പ്രത്യാശയുടെ കിരണങ്ങൾ ആദ്യമായി പുറപ്പെടുവിക്കുവാനായി നമ്മുടെ ഭവനത്തിൽ ആദ്യം ചെയ്യേണ്ടത് ഒരു നക്ഷത്ര വിളക്ക് തൂക്കുക. അതിന് ജാതിയെന്നോ മതമെന്നോ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമല്ല. ഒരു ക്രിസ്ത്യാനി ആവണമെന്ന് പോലുമില്ല ഒരു സ്റ്റാർ നിങ്ങളുടെ ഭവനത്തിൽ തൂക്കുവാൻ. എൻ്റെയൊക്കെ ചെറുപ്പത്തിലുണ്ടായ രസകരമായ ഒരു സംഭവം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ഞാനും എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാർ, കുറച്ച് പേർ അയൽവാസികൾ എല്ലാവരും കൂടി മനോഹരമായ ഒരു നക്ഷത്ര വിളക്ക് സ്ഥാപിച്ചു. അത് വൈദ്യുതി എത്താത്ത ഒരു സ്ഥലമായതുകൊണ്ട് വലിയ ഉയരമുള്ള ഒരു മരത്തിൻ്റെ മേളിലേക്ക് ഒരു ചിരട്ടയ്ക്കുള്ളിൽ മണലുമൊക്കെ നിറച്ച് അതിൻ്റെ അകത്തൊരു മണ്ണെണ്ണ വിളക്കുമൊക്കെ കത്തിച്ച് വളരെ ഭംഗിയായ ഒരു കയറിൽ കെട്ടി ഉയർത്തി ഈ വലിയ വൃക്ഷത്തിൻ്റെ മേളിൽ കെട്ടി ഉയർത്തി നിർത്തി താഴെ നിന്ന് അതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് സന്തോഷിച്ച് ചിരിച്ച് രാത്രിയിൽ വിശുദ്ധ കുർബാന കാണുവാനായി പള്ളിയിലൊക്കെ പോയതിന് ശേഷം ക്രിസ്മസിൻ്റെ മധുരവും മാധുര്യവും ഒക്കെ ഏറ്റ് ഉണ്ണീശോയിനെയൊക്കെ കണ്ടതിന് ശേഷം പള്ളിയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ മനോഹരമായി അലങ്കരിച്ച് വെച്ചിരുന്ന ആ ഒരു നക്ഷത്ര വിളക്ക് കത്തിയെരിഞ്ഞ് താഴെ വീണ് കിടക്കുന്നത് കണ്ടപ്പോഴുണ്ടായ ആ ഒരു സങ്കടവും കണ്ണുനീരും, ആ താഴെ വീണത് കൃത്യം അലങ്കരിച്ച് വെച്ചിരുന്ന പുൽക്കൂടിൻ്റെ മേളിലായതുകൊണ്ട് ആ പുൽക്കൂടും നശിച്ചു പോയല്ലോ എന്നോർത്തുള്ള സങ്കടവും, പിറ്റേ ദിവസം അയൽവാസികളായിട്ടുള്ള എൻ്റെ കൂട്ടുകാരും എല്ലാവരും കൂടി വീണ്ടും ആ നക്ഷത്രം ഉണ്ടാക്കുകയും അത് പുനഃസ്ഥാപിക്കുകയും ചെയ്തപ്പോഴുണ്ടായ ആ ഒരു സന്തോഷവും ഒന്നും ഒരിക്കലും മനസ്സിൽ നിന്നും മാഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ക്രിസ്മസിൻ്റെ ദിനത്തിലേക്ക് വരുമ്പോഴേക്കും അന്നും ഇന്നും എപ്പോഴും മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു ഓർമ്മ. 2020 ക്രിസ്മസ് കൂടുതൽ നമ്മുടെ സ്നേഹബന്ധങ്ങൾ ഊഷ്മളമാക്കുവാനായി ദൈവം തന്നിരിക്കുന്ന ഒരു അവസരമായിട്ട് കരുതുക. നമ്മുടെ സുഹൃത്തുക്കളോടും നമ്മുടെ ബന്ധുക്കളോടും നമ്മുടെ അയൽവാസികളോടുമൊക്കെയുള്ള നമ്മുടെ ബന്ധത്തിന് ദൃഢത കൂട്ടുവാനായി ദൈവമായിട്ട് ഇപ്രാവശ്യത്തെ ക്രിസ്മസ് നമ്മുടെ ഭവനങ്ങളിൽ തന്നെ പരിമിതമായ സൗകര്യങ്ങൾ വെച്ച് നമ്മുടെ വീടുകളിൽ ആഘോഷിച്ചുകൂടെ? നക്ഷത്ര വിളക്കുകളൊക്കെ സ്വന്തമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെയും ഒക്കെ ഒന്ന് കൂട്ടി ഒരു ഈറ്റക്കമ്പോ അല്ല ഇല്ലിക്കമ്പിൻ്റെ കഷ്ണങ്ങളോ ഒക്കെ ചേർത്ത് സ്വന്തമായി ഒരു നക്ഷത്രമൊക്കെ ഉണ്ടാക്കുവാനൊന്ന് പരിശ്രമിക്കുക. നക്ഷത്ര വിളക്കുകൾ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള എളുപ്പ മാർഗ്ഗങ്ങളും നല്ല കിടിലം വീഡിയോസൊക്കെ നല്ല മിടുമിടക്കരായിട്ടുള്ള യൂട്യൂബേഴ്സൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ അതൊക്കെ എടുത്തൊന്ന് കാണുക. വളരെ രസകരമായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അതുപോലെ തന്നെ കേക്കും കാര്യങ്ങളും ഒന്നും ഇനി കടകളിലൊന്നും പോയി വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഓവനും കുക്കിംഗ് റേഞ്ചും ഒന്നും ആവശ്യമില്ലാതെ ഏതൊരു സാധാരണക്കാരനും വെറും സിമ്പിളായിട്ട് ബ്ലാക്ക് ഫോറസ്റ്റോ വൈറ്റ് ഫോറസ്റ്റോ നിങ്ങൾക്ക് ഏത് കേക്ക് വേണം ഇതൊക്കെ ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് മിടുമിടക്കരായിട്ടുള്ള കുക്കിംഗ് ചാനൽ നടത്തുന്ന ആളുകളുണ്ട് നമ്മുടെ കയ്യിൽ. പഴയ കാലങ്ങളിൽ ചെയ്തിരുന്ന പുൽക്കൂടൊക്കെ സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കുവാൻ ശ്രമിക്കുക. നമ്മുടെ പറമ്പിലൊക്കെയുള്ള ചെറിയ കുഞ്ഞു മരങ്ങളുമൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് മനോഹരമായ ക്രിസ്മസ് ട്രീയൊക്കെ ഉണ്ടാക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കണം. എല്ലാം ഉപരി ക്രിസ്മസിൻ്റെ ദിനത്തിൽ നമ്മുടെ ചെറുപ്പകാലങ്ങളിലൊക്കെ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ലക്ഷ്മിക്കുട്ടി അമ്മയ്ക്കും പാർവതി അമ്മയ്ക്കും ശങ്കരൻ ചേട്ടനും ബഷീർക്കും അവകാശപ്പെട്ട ക്രിസ്മസ് കേക്കുകളും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പലഹാരങ്ങളും അപ്പവും കറിയുമൊക്കെ അവർക്കും കൂടി ഒന്ന് വിതരണം ചെയ്യുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. ക്രൈസ്തവരായിട്ടുള്ള എല്ലാ ആളുകൾക്കും പണ്ടുണ്ടായിരുന്നു. പണ്ട് അയൽവാസികൾ തമ്മിലുള്ള വീടുകൾക്കിടയിൽ പുല്ലുപിടിക്കാത്ത ഒരു നടപ്പാതയുണ്ടായിരുന്നു. ഒരു പുല്ല് പോലും കാണില്ല. കാരണം അയൽപക്കത്തെ വീട്ടിലുണ്ടാക്കുന്ന കറിയുടെ ഒരംശം തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ആൾക്കും എനിക്കും അവകാശപ്പെട്ടതായിരുന്നു. നല്ല മീൻകറിയൊക്കെ ഉണ്ടാക്കുന്ന മണം വന്നാൽ
നമുക്കൊരു സമാധാനമായി ഇന്ന് മീൻകറി കൂട്ടി എനിക്കും ചോറുണ്ണാമല്ലോ. കാരണം അയൽവാസികൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം നിലനിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പണ്ട്. ഇന്ന് മണം പോലും പുറത്തു വരാതിരിക്കുവാൻ വേണ്ടി വലിയ എക്സോസ്റ്റ് ഫാനുകളൊക്കെ പിടിപ്പിച്ച് മേളിലേക്ക് പറപ്പിച്ച് വിടുകയാണ്. അടുത്ത വീട്ടിൽ എന്താണ് ഉണ്ടാക്കുന്നത് എന്നുള്ള സ്മെല്ല് പോലും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അതുപോലെ അയൽവാസികളുടെ വീടുകളിലേക്കൊക്കെയുള്ള ആ ഒരു പാതയൊക്കെ പുല്ല് പിടിച്ച് മൂടിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ COVID-19. ആ ഒരു സാഹചര്യമൊക്കെ മാറ്റുവാൻ നമുക്കൊരു അവസരം കിട്ടിയിരിക്കുന്നതായി എല്ലാവരും മനസ്സിലാക്കുക. അയൽവാസികൾ തമ്മിലുള്ള ബന്ധങ്ങൾ ദൃഢമാക്കുക, സ്നേഹിതർ തമ്മിലുള്ള ബന്ധങ്ങൾ ദൃഢമാക്കുക, അതുപോലെ ബന്ധുമിത്രാദികൾ തമ്മിലുള്ള ആ ഒരു ഐക്യമൊക്കെ ഊട്ടി ഉറപ്പിക്കുവാൻ ദൈവമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഒരു അവസരമായി 2020 ക്രിസ്മസിനെ നമുക്ക് കാണാം. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ എല്ലാം ഉള്ളിൽ ഒരു വിഷമവും ആകുലതയും ഒരു ടൂറിനൊന്നും പോകാത്തതിൻ്റെ സങ്കടവും ഒക്കെയുണ്ട്. അവരുടെ മനസ്സിലുള്ള ഇത്തരം ചിന്തകളൊക്കെ ഒഴിവാക്കുവാൻ ഞാൻ മുൻപ് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഈ ക്രിസ്മസ് ട്രീയൊക്കെ സ്വന്തമായിട്ടൊരു ട്രീയൊക്കെ വെട്ടി ഉണ്ടാക്കി മുറിച്ച് കൊണ്ടുവന്ന് അതിൻ്റെ ഇലകൾക്കിടയിലൂടെ നമ്മുടെ ബലൂണും നമ്മുടെ തോരണങ്ങളും ഒക്കെ ഒന്ന് കെട്ടുവാനുമൊക്കെ നമുക്ക് എല്ലാവർക്കും ഒന്ന് പരിശ്രമിക്കാം. ഉണ്ണീശോ പുല്ലൊക്കെ നമ്മുടെ പറമ്പിൽ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് കുട്ടികളെയും ഒക്കെ കൂട്ടിക്കൊണ്ടുപോയി പറമ്പിലൊക്കെ ഒന്ന് തിരഞ്ഞു നോക്കാം. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ് മുൻവർഷങ്ങളിലെ അപേക്ഷിച്ച് കൂടുതൽ മനോഹാരിതയോടുകൂടി, കൂടുതൽ സന്തോഷത്തോടുകൂടി, സമാധാനത്തോടുകൂടി ആഘോഷിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി എല്ലാ സ്നേഹിതർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളങ്ങൾ ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു.